അന്ധവിശ്വാസങ്ങളുടെ വിവിധങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും ഈ നാട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിടാൻ ഈ നാട്ടിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട കുടുംബങ്ങളിൽ ആദർശബോധത്തോടുകൂടി വളർത്തപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ദേഹത്ത് കൈവക്കാൻ അക്രമം കാണിച്ചതിന് കൈവക്കുന്നതല്ല, കള്ളു കുടിച്ചതിനോ വ്യഭിചരിച്ചതിനോ കൈവക്കുന്നതല്ല, ആരെങ്കിലും കൊന്നതിന് കൈവക്കുന്നതല്ല. തങ്ങളുടെ തലച്ചോറിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ, അതിന് മതത്തിന്റെയും സലഫിസ്റ്റിന്റെയും ഓമന പേരിട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ഭ്രാന്തന്മാർ, അവർ അടി നടത്തിയതും ചികിത്സ നടത്തിയതും പൊതിരത്തല്ലിയതും കേവലം ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മുതുകത്താണ് അവർ കൈവച്ചത്. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ മുതുകത്ത്, ആദർശത്തിന്റെ മുതുകത്ത് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഈ നാടിന് ലഭിച്ചിരിക്കുന്ന വെളിച്ചം തല്ലി തകർക്കാൻ ഇരുട്ടിന്റെ മറവിൽ വിളക്കൂതി തുടങ്ങുന്ന ഇത്തരം അഭ്യാസങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അറിഞ്ഞു. തുടരാൻ മുജാഹിദ് പ്രവർത്തകന്മാർ അനുവദിക്കില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് പറയുന്നുണ്ട്, നിങ്ങളാരൊക്കെ പടച്ചവന്റെ മാർഗം വിട്ടുപോയാലും, അവന്റെ ഈ മതം ഉപേക്ഷിച്ചു പോയാലും, നിങ്ങൾ പുതിയ ഏതേത് മാർഗങ്ങൾ സ്വീകരിച്ചാലും പടച്ചവൻ അതിനു പകരം കൊണ്ടുവരും. അവനെ ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടം സ്വീകരിക്കുന്ന, മുസ്ലിം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടുവരും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. പടച്ചവന്റെ മാർഗത്തിൽ അവർ ധർമ്മ സമരത്തിൽ ഏർപ്പെടും. അതവർക്ക് സാധ്യമാകുന്ന എല്ലാ മാർഗത്തിലും അവർ മുന്നോട്ട് പോകും. ലാ യഖാഫൂന ലൗമത ലായിം. ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുന്നില്ല. അവർക്കത് പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു ആക്ഷേപങ്ങളും അവരുടെ മുമ്പിൽ പ്രതിസന്ധിയായി നിലനിൽക്കില്ല. തട്ടിമാറ്റി തകർത്തുമാറ്റി ഈ ആദർശ പ്രബോധകർ മുന്നോട്ട് പോകും. പക്ഷേ അതിനെല്ലാവർക്കും കഴിയില്ല. അല്ല പറഞ്ഞു, സാലിക ഫദ്ലുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. യുഅ്തിഹി മയ്യശാ, അവരുദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. അത് ലഭ്യമാകാൻ, അത് കിട്ടാൻ, ആ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഈ ഗോതയിൽ മുന്നോട്ട് പോകാൻ ഉള്ള പ്രാർത്ഥനയാണ്, പ്രതീക്ഷയാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്, ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഞങ്ങൾ ഇത് തുടരുകയാണ്. തുടങ്ങുകയല്ല, തുടരുകയാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഥവാ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരിൽ ചില അന്ധവിശ്വാസ കൂടാരങ്ങൾ രംഗത്ത് വന്നപ്പോ, അതിനുവേണ്ടി ചില ആളുകൾ പൗരോഹിത്യത്തിന്റെ പുതിയ വേഷം കെട്ടി രംഗത്ത് വന്നപ്പോ ഞങ്ങൾ അന്ന് ശ്രദ്ധയിൽപ്പെടുത്തി, ഇത് അപകടത്തിലേക്കാണ് പോക്ക്. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി, ഈ ആളുകൾ നിങ്ങൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ, ഇന്നു നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളെ അവർ പിടിച്ചു കെട്ടും. അതാണ് സംഭവിച്ചത്. പുളിക്കരി നടന്നിരിക്കുന്ന അതിക്രൂരമായ മൃഗീയമായ പ്രാകൃത ചികിത്സ, ഖുർആൻ തെറാപ്പിയുടെ കൗൺസിലിംഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കയ്യും കാലും കെട്ടി പൊതിരത്തല്ലുക എന്ന ചികിത്സ ഈ നാട്ടിൽ നടത്തിയിട്ട് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ അവർക്ക് സ്വന്തം വിരലുകടിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത വിധം അവർ ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ സൂചന. ഞാൻ തുറന്നു പറയട്ടെ, അവരുടെ മനസ്സിൽ ഈ അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഈ അന്ധവിശ്വാസങ്ങൾ അനുകൂലിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവർക്ക് അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തിയും തന്റെ ഇടവും എവിടെയൊക്കെയോ ചോർന്നു പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 1990-കളിൽ 90-ന്റെ അവസാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പുദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ, അവർ അതിനുവേണ്ടി ഇറക്കുമതി ചെയ്തിരിക്കുന്ന കുറെ സംഗതികളുണ്ടല്ലോ. ഞങ്ങൾ അന്നേ ഉണർത്തിയിരുന്നു. വിദേശത്ത് നിന്ന്, അറബികളിൽ നിന്ന് ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പള്ളി നിർമ്മാണങ്ങൾക്ക് വേണ്ടി, അനാഥാലയങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം സ്വീകരിക്കാം, വിഭവ സമാഹരണം നടത്താം. നമ്മുടെയൊക്കെ നാട്ടിൽ
മുമ്പൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയിലേക്ക് സംഭാവനയായി ഒരു വാതിലക്കട്ടിൽ അത് സംഭാവന ചെയ്ത മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വാതിൽ പൊളി സംഭാവന ചെയ്തവരുണ്ടായിരുന്നു. 2 കല്ല് സംഭാവന ചെയ്തവരുണ്ടായിരുന്നു. അമുസ്ലിങ്ങളിൽ നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് ആ പള്ളി നാം പടുത്തുയർത്തി അവിടെ പടച്ചവനെ മാത്രം ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സംവിധാനം ഒരുക്കി. എന്നാൽ അന്നൊന്നും അങ്ങനെയുള്ള ആരുടെയും ആദർശം നമ്മൾ സ്വീകരിച്ചിരുന്നില്ല. ആദർശം വിശുദ്ധ ഖുർആൻ, പ്രവാചകചര്യ അവിടെ പരിമിതം. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള അവരുടെ മാർഗങ്ങൾ സ്വീകരിച്ചില്ല. അവരുടെ വിഭവങ്ങൾ സ്വീകരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുമ്പ് കാലത്ത് വിദേശങ്ങളിൽ നിന്ന് പല സഹായങ്ങളും ചെയ്തു തന്ന ചില സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിലും അജണ്ടകളിലും കൈവെക്കാൻ ശ്രമിച്ചപ്പോ മർഹൂം KP മുഹമ്മദ് മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും ഒക്കെ ഇടപെട്ട് അവർക്ക് നൽകിയിരിക്കുന്ന മറുപടി നാം വിസ്മരിക്കാതിരിക്കുക. അവർ പറഞ്ഞുവല്ലോ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ, ഞങ്ങൾ ചെയ്യുന്നത് പോലെ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, നിങ്ങളുടെ അജണ്ടകൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കുവാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ എല്ലാ ദൗത്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായ സാമ്പത്തികമായ മുഴുവൻ സ്രോതസ്സും നിങ്ങളിലേക്ക് ഒഴുക്കാം എന്നവർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ അവയെല്ലാം തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രകോപനങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ മർഹൂം KP മുഹമ്മദ് മൗലവിയും അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബും ഒക്കെ അവരോട് പ്രതികരിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾ വിദേശികളാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ എന്നോ ഉണ്ടായിരുന്ന എണ്ണ നിങ്ങൾ കണ്ടെത്തിയെടുത്ത കാലത്താണ്. അത് കണ്ടെത്തിയപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായി, സൗകര്യമുണ്ടായി, സമ്പത്തുണ്ടായി, അതിൻ്റെ കൂടെ ഇത്തിരി അഹങ്കാരവും ഉണ്ടായി. എന്നാൽ അതൊക്കെ കണ്ടെത്തുന്ന മുമ്പ് ഞങ്ങൾ ഈ നാട്ടിൽ ഇസ്ലാഹി പ്രബോധനം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാര്യമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അരിയെടുക്കുമ്പോ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തു വെച്ച് അത് മാസാമാസങ്ങളിൽ തൂക്കിവിറ്റ് ആ പണം കൊണ്ട് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും നടത്തിപ്പോന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് പരലോകത്തിന് ഉപകാരം ലഭിക്കുമെന്നല്ലാതെ നിങ്ങളത് പിൻവലിച്ചത് കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, അജണ്ടകൾ ഒന്നും കൊഴിഞ്ഞു വീഴാൻ പോകുന്നില്ല, തകർന്നു പോകാൻ പോകുന്നില്ല, ഒന്നും മാറ്റിവെക്കാൻ പോകുന്നില്ല. ഈ പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകും, പടച്ചവനിൽ പരവേൽപ്പിച്ചുകൊണ്ട്. നിങ്ങൾക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അത് പറയാൻ അന്ന് ചങ്കൂറ്റം കാണിച്ച KPയും ഡോക്ടർ ഉസ്മാൻ സാഹിബും ഒക്കെ മരണപ്പെട്ടു പോയി. എന്നാൽ 1990 അവസാനത്തിൽ ഈ പ്രസ്ഥാനത്തിന് സഹായ വാഗ്ദാനമായി രംഗത്ത് വന്നിരിക്കുന്ന ചില ആളുകൾ ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ സഹായ വാഗ്ദാനങ്ങളുടെ പിന്നിൽ ചില ഒളിയ അജണ്ടകളുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് സലഫിസത്തിന്റെ പേര് കൊടുത്ത്, അന്ധവിശ്വാസങ്ങൾക്ക് ഹദീസുകളുടെ പേര് കൊടുത്ത്, അന്ധവിശ്വാസങ്ങൾക്ക് ഖുർആനിന്റെ പേര് കൊടുത്ത്, അന്ധവിശ്വാസങ്ങൾക്ക് പണ്ഡിത പാരമ്പര്യത്തിന്റെ പേര് കൊടുത്ത്, അന്ധവിശ്വാസങ്ങൾക്ക് മൻഹജുകളുടെ പേര് കൊടുത്ത് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് അത് കൊണ്ടുവരുവാനുള്ള ഗൂഢമായ ശ്രമം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, അതിലേറെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് അവർക്കതിന് ചെവി കൊടുക്കാൻ കഴിഞ്ഞില്ല, അവർക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ അതിന്റെ അനന്തരാവകാശികൾ, ഇന്നത്തെ തലമുറ, ഇന്നത്തെ പുതിയ സമൂഹം, അവർ ആ ദൗത്യം വെച്ചെടുത്തിരിക്കുന്നു. ഏത് ദൗത്യം? തള്ളി ഓടിക്കപ്പെട്ട സകലമാന അന്ധകാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഈ പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യം. ഞങ്ങൾ അവർക്ക് പേരിട്ടു നവയാഥാസ്ഥികരെന്ന്. ആ പേര് അന്വർത്ഥമാണ് എന്ന് അപ്പുറത്തിരിക്കും ചില നേതാക്കന്മാർ വരെ ചിലപ്പോഴൊക്കെ സ്വകാര്യമായി പറഞ്ഞു. ആ പേരന്വർത്ഥമാണ് പ്രവർത്തനങ്ങളും. ഈ നവയാഥാസ്ഥികർ അവർ തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഏകദൈവ ആരാധനയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് തന്നെയാണ്. തൗഹീദിന്റെ കടക്കൽ കത്തിവെച്ചു. തൗഹീദി പ്രബോധന രംഗം കലുഷമാക്കി, അന്ധവിശ്വാസികളിലേക്ക് കുട്ടിക്കലർത്തി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുളിക്കലിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് കൊട്ടപ്പുറം. അവിടം വരെ നടന്നിരിക്കുന്ന യാഥാസ്ഥിക വിഭാഗവുമായി നടന്നിരിക്കുന്ന ഒരൊറ്റ സംവാദങ്ങളിലും ആദർശപരമായി മുജാഹിദുകൾക്ക് മുട്ടുകുത്തേണ്ടി വന്നിട്ടില്ല. കല്ലെറിഞ്ഞപ്പോൾ, കൂക്കി വിളിച്ചപ്പോൾ, സ്റ്റേജ് കയ്യേറിയപ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ചില പരിപാടികൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആദർശപരമായി തെളിവുകളുടെ പിൻബലത്തിൽ ആ സന്ദർഭങ്ങളിലെല്ലാം
നിർത്തുവാൻ, തടുത്തു നിർത്തുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. കൊട്ടപ്പുറം സംവാദം നടക്കുന്ന കാലത്ത് കൊട്ടപ്പുറത്ത് മുജാഹിദുകൾക്കുള്ളത് ഒരു ഓലഷെഡ് മാത്രമാണ്. അവിടെ ഇന്ന് മനോഹരമായ പള്ളി ഉണ്ടായി, നിറയെ ആളുകൾ ഉണ്ടായി, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം സ്വീകരിച്ചവരുണ്ടായി. അടിസ്ഥാനം എന്താ? ആ സംവാദത്തിലും എന്തൊക്കെ അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ആദർശ രംഗത്ത് മുട്ടുമടക്കാതെ ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു എന്നതാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥയോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്ന ചില ആളുകൾ എവിടെയൊക്കെ ചെന്ന് ചാടുന്നുവോ അവിടെയെല്ലാം കരകയറാൻ കഴിയാതെ യാഥാസ്ഥിക വിഭാഗത്തിന്റെ വാദഗതികൾക്ക് മുമ്പിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛവും അടക്കി ഓച്ചാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് നാട് നീളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചത്? എന്താണ് പറ്റിയത്? ഈ പുളിക്കലിൽ വരെ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് കുറെ ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നല്ലോ. കുറെ ഖണ്ഡന പ്രസംഗങ്ങൾ ഗ്രൂപ്പിസത്തിലേക്ക് കയറിയതിന്റെ ഓശാരമായി, അതിന്റെ ഉപകാര സ്മരണയായി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ ജോലി സമ്പാദിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സുഹൃത്ത് ഇവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചുവല്ലോ. ഞാൻ അതിൽ പലതും വീക്ഷിച്ചിരുന്നു. എനിക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ പറഞ്ഞു പോരുന്ന ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം സുന്നി ഭാഗത്ത് വന്നാൽ പ്രതികരിക്കുവാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല, ഒരു മടിയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കല്ലുകടിയുമില്ല. എന്നാൽ ഈ നവയാഥാസ്ഥികർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സംവിധാനങ്ങൾ വെച്ച് യാഥാസ്ഥിക വിഭാഗം ചോദിച്ചിരിക്കുന്ന ദശക്കണക്കിന് ചോദ്യങ്ങളിൽ ഒന്നുപോലും കേട്ടില്ലെന്ന് നടിക്കുകയല്ലാതെ ഇവിടെ നടന്നിരിക്കുന്ന ഒരൊറ്റ പ്രഭാഷണത്തിലും അതിനോട് പ്രതികരിക്കുവാൻ പോലും സാധിച്ചില്ല. എന്തേ കാരണം? അന്ന് ഇടപെടേണ്ടിയിരുന്നു ഈ പുളിക്കലിലെ ആദർശബോധമുള്ള കാരണവന്മാർ. ഈ പരിപാടി ഞാൻ പ്രത്യേകം പറയുന്നു, ഈ പ്രോഗ്രാമിനെ ഒരു ഗ്രൂപ്പിന്റെ പ്രോഗ്രാമായി കാണാതിരിക്കുക, ഇതൊരു വിഭാഗത്തിന്റെ പ്രോഗ്രാമായി കാണാതിരിക്കുക, ഏതാനും ആളുകളുടെ പ്രതിഷേധമായി കാണാതിരിക്കുക. ഇത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മുജാഹിദുകളുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധമാണ്, അവരുടെ ആഹ്വാനമാണ്, അവരുടെ പ്രഖ്യാപനമാണ്. അവരാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ഇനിയും നമ്മുടെ ആദർശം വിട്ടിട്ടില്ലാത്ത എല്ലാവരോടും ഞാൻ തുറന്ന മനസ്സോടെ സംവദിക്കട്ടെ. എന്തേ നിങ്ങൾ അന്ന് ഇടപെടാതിരുന്നത്? നിങ്ങൾ അന്ന് ഇടപെടേണ്ടിയിരുന്നു. ജിന്നിനെ കുറിച്ചും ശൈത്താനെ കുറിച്ചും സിഹിറിനെ കുറിച്ചും കണ്ണേറിനെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ തുരുതുരാ വരുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളുടെ നേതാക്കന്മാരും ഉറക്കെ പ്രതികരിക്കുകയും മറുപടി പറയുകയും ചെയ്യുമ്പോ എന്തേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുട്ടി സഖാക്കൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാതെ പോയത്? അവരെ നയിക്കുന്ന പുതിയ സലഫിസം, അവർ നയിക്കുന്ന പുതിയ ആദർശങ്ങൾ, അതിലേക്ക് അവരെ നയിക്കുവാൻ അവർ ഇട്ടുകൊടുക്കുന്ന എണ്ണക്കോപ്പകൾ, അവരിട്ട് കൊടുക്കുന്ന സ്വർണ്ണ തലികകൾ, അവരിട്ട് കൊടുക്കുന്ന നാണയത്തുട്ടുകൾ, അതാണ് വിഷയം. ഇത് തിരിച്ചറിയുവാൻ ഈ പുളിക്കലിലുള്ള ഉത്തരവാദപ്പെട്ട കാരണവന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ തുറന്നു പറയട്ടെ, നാളെ ഇത് എങ്ങോട്ട് വരും? അരീക്കോട്ടേക്ക് വരും, പിന്നെ ഇടവണ്ണയിൽ വരും, എടത്തനാട്ടുകരയിൽ വരും, തിരൂരങ്ങാടിയിൽ വരും. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഈറ്റില്ലങ്ങളിലും ഇത് വരും. വരാതിരിക്കാൻ ഞാൻ ഉറക്കെ പറയട്ടെ, ഗ്രൂപ്പിസം മറന്ന്, സംഘടനാ വ്യത്യാസങ്ങൾ മറന്ന് ആദർശത്തിന് വേണ്ടി കൈകോർത്ത് പിടിക്കാൻ, ഈ നവയാഥാസ്ഥികർ തല്ലി ഓടിക്കാൻ, അവർ നീട്ടി വളർത്തിയിരിക്കുന്ന താടി ഇസ്ലാമിൻ്റെതും ഈമാൻ്റെതുമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ, തങ്ങളുടെ മനസ്സിൽ മറച്ചു വെക്കുന്ന കാപ്പട്യത്തിന്റെ മറയാടുന്ന അവരോട് തുറന്ന് പ്രതികരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ തന്നെ അവസാനമുണ്ടാകും, അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ സംസാരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് വേറെ പറയുന്നുണ്ട്. എൻ്റെ ഈ സംസാരത്തിൽ അപ്പുറത്തിരിക്കുന്ന ചില ആളുകൾ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അതിനും ഒരു തുടക്കം വേണമല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ രംഗത്ത് അങ്ങേയറ്റം പണിയെടുത്ത, ഒരു കാലത്ത് ഇസ്ലാം എന്താണ് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും എല്ലാത്തിൻ്റെയും പ്രായശ്ചിത്തം നിർവഹിച്ച് ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ച പതിറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരിക്കുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ചിലപ്പോഴൊക്കെ ചില ആളുകൾ ചില പ്രസിഡന്റുമാരുടെ പഴയ കാലത്തെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞ് ആദർശമില്ലെന്ന് പറയാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെയും ഇത്തരം ആളുകൾ അവിടെയൊക്കെ കൊണ്ടുപോയി കെട്ടുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞാനത് വിടുകയാണ്. ആ ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ദൗത്യം എന്താണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ്
പലപ്പോഴായി ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് എന്റെ വിഷയത്തിന്റെ പൂർത്തീകരണം. നിങ്ങൾക്കത് കേൾക്കുവാനും കാണുവാനും ഇൻഷാ അല്ലാഹ് ഇവിടെ അവസരം. എവിടുന്ന് ആർക്കും വിളിച്ചു പ്രാർത്ഥിക്കാം. യാതൊരു മധ്യവർത്തിയുടെ ആവശ്യമല്ല. ഏത് മനുഷ്യരും എവിടുന്നും വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസമില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഹോ ഗോഡ്, നമ്മൾ മലയാളിയാണെങ്കിൽ ഓ ദൈവേ. ഈ പറയുന്നത് ആരെയാ ഉദ്ദേശം? എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയാണ്. അവരെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് മനുഷ്യ പ്രകൃതിയാണ്. എന്നിട്ടും മനുഷ്യരിൽ ഭൂരിപക്ഷം അതല്ലാത്തവരെ ആരാധിക്കാൻ പോകാനുള്ള കാരണം എന്താ? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്. ഇന്ന ശൈത്താൻ ഇളക്കും അതും ഫത്തഹുവൻ പിശാചികളുടെ ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ വെക്കുക. അവൻ അവന്റെ സൈന്യത്തെ ആളുകളെ നരകശിക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് പിശാച് മനുഷ്യ മനസ്സിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിനെ നല്ല കാര്യമായി തോന്നിപ്പിക്കുന്നു. നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യർ, നല്ല ശാസ്ത്രകാരന്മാർ, നല്ല ചിന്തകന്മാർ, നല്ല രാജ്യാന്തരജ്ഞന്മാർ, നല്ല വിശഗ്വരന്മാർ, സാധാരണ കാര്യങ്ങളിലെല്ലാം വളരെയധികം വിജ്ഞാനവും ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ, നല്ല സർവകലാശാല ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയ ആളുകൾ, അവരുടെ ലൗകിക കാര്യങ്ങളിലെല്ലാം വളരെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകൾ, ആരാധനയുടെ കാര്യത്തിൽ അവർ ഹോളിഡേ കൊടുക്കുന്നു ബുദ്ധിക്ക്. ആരാധനയുടെ വിഷയം വരുമ്പോൾ അവരുടെ യുക്തിയില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. അന്ധമായ അനുകരണവും അന്ധമായി അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുവാൻ അവർ ഒരുപ്പെടുന്നു. ഇതാണ് ഖുർആൻ പൗരാണിക കാലത്തെ രണ്ട് സമുദായങ്ങളെ പറ്റി പറഞ്ഞു. ആദം വ സമൂദ് وطوينا لكم من مساكنهم وزين لهم الشيطان أعمالهم فصدهم عن السبيل وكانوا مستبصرين. ആദ് സമൂദ് വർഗ്ഗക്കാർ അവരുടെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാവും. അവർക്ക് പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ പേപ്പിച്ചു കാണും. വക്കാനോ മുസ്തബ്സിരി, അവർ ചില്ലറക്കാരായിരുന്നില്ല, അവർ നല്ല കാഴ്ചയും ബുദ്ധിയുള്ള ആളുകളായി.